ചേച്ചി 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 തള്ള പോയി 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 പോയി. പാത്തു ഫോണോടെ വെച്ചിട്ട് നിസ്കരിക്കാൻ നടക്ക്. ഇനി വിളിക്കണി തള്ള. ഇല്ല ഞാൻ പോവില്ല, ഞാനിപ്പം ചെയ്യൂ. മതി ഫോണിൽ കളിച്ച. വീട് പോത്തു, വീട് പോത്തു. ഞാൻ കളിക്കണ വീട് വീടടി, വീട് പോത്തു, വീട് പോത്തു, വീടടി, വീടടി പോത്തു, വീട് വീട്. ഇപ്പൊ പൊട്ടിക്കും തള്ളേ, ഇപ്പൊ പൊട്ടിക്കും ഫോണ്. പോ തള്ളേ, ഞാൻ പറയൂ, ഞാൻ ഇപ്പൊ പൊട്ടിക്കും, ഇപ്പൊ പൊട്ടിക്കും. എന്റെ മൊബൈല് പോയി, എന്റെ മൊബൈല് പോയി. എനിക്ക് ജീവിക്കണ്ട, ഗെയിം ഓവർ. എന്റെ മൊബൈല് പോയി, എനിക്ക് മൊബൈലില്ലാതെ ജീവിക്കണ്ട. ഒരു ചെറിയ പിണക്കം, നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കാതിരിക്കൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച ഒരു സാധനം ഉമ്മയോ ഉപ്പയോ വാങ്ങി തരാത്തത്, അതിന് നമ്മൾ നൽകുന്ന വില എന്താണ്? നമ്മുടെ ഒരു നിമിഷത്തെ ദേഷ്യം അത് തകർക്കുന്നത് നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മളെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും ആയുസ് കൂടിയാണ്. എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എൻ്റെ കുട്ടിൻ്റെ ഈ സ്വഭാവം മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പഠിച്ചോനെ, എത്ര നല്ലോണം പഠിച്ചിരുന്ന എൻ്റെ കുട്ടിയാണ് ഈ അവസ്ഥയിലെത്തിപ്പോയത്. ഇതൊരു കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കൾക്ക് വില കൂടിയ ഫോണുകളും സൗകര്യങ്ങളും വാങ്ങി നൽകുന്നതിനേക്കാൾ പ്രധാനം അവർക്ക് നമ്മുടെ സമയവും സ്നേഹവും നൽകലാണ്. അവരുടെ ചെറിയ പിണക്കങ്ങളെ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. അവരെ ചേർത്ത് പിടിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ ബാക്കിയാവുക ഈ കണ്ണീർ മാത്രമായിരിക്കും. എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാനൊരു ഗെയിം കണ്ടതാ. ഗെയിം വന്നിട്ട് ആ ഗെയിം ഞാൻ കളിച്ച് എൻ്റെ സമനില തെറ്റിപ്പോയി. എനിക്ക് ഗെയിം ഇല്ലാത്ത അവസ്ഥയായി. ഈ ഗെയിമൊന്നും അല്ല കേട്ടോ നമ്മുടെ ലോകം. അതും ടി വിയും മൊബൈലും ഒന്നുമല്ല. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കാണാനുണ്ട്, ഒരുപാട് യാത്രകൾ കാണാനുണ്ട്. നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മളെ മാതാപിതാക്കളുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ വേണ്ടാത്ത വഴിയിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. ഗെയിമിൽ നമ്മൾ അഡിക്ഷനായി പോകാൻ പാടില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടില്ലേ? 12 വയസ്സുകാരൻ ടി വിൻ്റെ റിമോട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത്. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നൂലേ? പക്ഷേ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ക്ഷമയില്ലായ്മ. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഇന്നല്ലാഹ മഅസ്വാബിരീൻ. നമുക്കൊരു കാര്യം കിട്ടാതെ വരുമ്പോൾ പിശാച് നമ്മുടെ മനസ്സിലേക്ക് ദേഷ്യവും നിരാശയും നിറയ്ക്കും. എന്നാൽ ജീവിതം അവസാനിപ്പിക്കുക എന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല കേട്ടോ. മറിച്ച് ഇസ്ലാമിൽ അത് ഏറ്റവും വലിയ പരീക്ഷണവും പരാജയവും കടുത്ത പാപവുമാണ്. കൂട്ടുകാരെ, ഈ ലോകത്തിലെ ഒരു ടി വിയോ അല്ലെങ്കിൽ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു പരീക്ഷാ പരാജയമോ നമ്മുടെ ജീവനേക്കാൾ വലുതല്ല. നമ്മളെല്ലാവരെയും ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്കുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മളെ പരീക്ഷിക്കുകയും നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന നമ്മളുടെ റബ്ബ് അല്ലാഹു തആല നമുക്കുണ്ട്. ദേഷ്യം വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. നമ്മുടെ ജീവൻ ഏറ്റവും വലിയ അമാനത്താണ്. ഒരു നിറ്റ നിമിഷത്തെ ദേഷ്യത്തിന് വേണ്ടി നമ്മളുടെ ജീവിതം പാഴാക്കി കളയരുത്. ജീവിതം നമുക്ക് അല്ലാഹു നൽകിയ അമാനത്താണ്. അത് നമ്മൾ ജീവിച്ചു തീർക്കാനുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.